പൊട്ടണം പോയി ബോട്ടും കിട്ടി. സാധനം വാങ്ങിച്ചപ്പോൾ പറ്റിക്കപ്പെട്ടത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇവിടെ എവിടെയും കൊടുക്കാം. അത് നിങ്ങളൊന്ന് കണ്ടു. എനിക്ക് സബ്സ്ക്രൈബർ അയച്ചു തന്ന 2 ഊഞ്ഞാലിന് പറഞ്ഞിട്ട് 1 ഊഞ്ഞാലാണ് എനിക്ക് കിട്ടിയത്. ഒരു സെക്കൻഡ്, വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഈടെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞാൻ സാധനം വാങ്ങിച്ചപ്പോൾ പറ്റിക്കപ്പെട്ടത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഇവിടെ എവിടെയും കൊടുക്കാം. അത് നിങ്ങളൊന്ന് കണ്ടു. ഇപ്പൊ അടുത്തായിട്ട് ഞാൻ എൻ്റെ അനുജന്റെ കുട്ടിക്ക് ഒരു ടോയ്സ് കാർ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഈ സാധനം. അല്ലാണ്ട് OTP അസം പറഞ്ഞാൽ ഇതെനിക്ക് സബ്സ്ക്രൈബർ അയച്ചു തന്ന ഗിഫ്റ്റ് ഒന്നല്ല. ഫ്ലിപ്കാർട്ടിൽ നിന്ന് 1150 രൂപക്ക് ഞാൻ വാങ്ങിച്ച ഇപ്പൊ സാധനം വന്നിട്ടേ ഉള്ളത്. ഓപ്പൺ ആക്കിയിട്ടില്ല. അപ്പൊ നിങ്ങളെ സാക്ഷിയാക്കിയിട്ട് തന്നെ ഞാൻ ഇതൊന്ന് ഓപ്പൺ ചെയ്യാന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് തന്നെ കാണാം ഫ്ലിപ്കാർട്ട് തട്ടിപ്പാണോ അല്ലയോ എന്ന്. ഞാൻ പറഞ്ഞില്ലേ 2 ഊഞ്ഞാലിന് പറഞ്ഞിട്ട് 1 ഊഞ്ഞാലാണ് എനിക്ക് കിട്ടിയത്. 2ന്റെ ക്യാഷ് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനത് റിട്ടേൺ അടിച്ചു. അവര് സാധനം ഇവിടുന്ന് കൊണ്ടുപോയി. 2 ഊഞ്ഞാലിന് പറഞ്ഞിട്ട് 1 ഊഞ്ഞാലാണ് എനിക്ക് കിട്ടിയത്. ആ 1 ഊഞ്ഞാല് അവർ ഇവിടെ വന്ന് റിട്ടേൺ അടിച്ച ഉടനെ അവർ ഇവിടെ വന്ന് ആ ഊഞ്ഞാല് വാങ്ങിച്ചുകൊണ്ടുപോയി. പക്ഷെ ഇതുവരെയായിട്ട് അതിന്റെ ക്യാഷ് എനിക്ക് ലഭിച്ചില്ല. 2-3 മാസമായി തോന്നുന്നു അല്ലേ? 2-3 മാസമായി. ഇനിയും ക്യാഷ് കിട്ടില്ല. ക്യാഷ് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അതിന്റെ കൂടെ എനിക്ക് നടക്കാൻ സമയവുമില്ല. അപ്പൊ ഞാൻ കുറെ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ചിലതിൽ ഞാൻ പറ്റിക്കപ്പെട്ടിട്ടുണ്ട്, ചിലതിൽ എനിക്ക് നല്ല സാധനം കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇതും നമുക്കൊന്ന് നോക്കി നോക്കാം. ഫ്ലിപ്കാർട്ടുകാരെ ഇപ്പൊ കരുതുന്നുണ്ടാവും എന്താന്ന്, പൊട്ടണം പോയി ബോട്ടും കിട്ടി. അപ്പൊ ഞാൻ നിങ്ങളെ സാക്ഷിയാക്കിയിട്ട് ഞാനിത് ഓപ്പൺ ചെയ്യുകയാണ് സുഹൃത്തുക്കളെ. ഒന്ന് കാണിച്ചോട്ടെ. പറയുന്ന സംഭവം ഇതാണ് കേട്ടോ. ഞാനിത് നിങ്ങൾക്ക് റെഡി ആയിട്ട് കാണിച്ചു തരാം. ഇതില് എന്തൊക്കെയാ ഉള്ളതെന്ന് ഇവർ ഇതിൽ തന്നെ പറയുന്നുണ്ട്. എന്താണ് ഡോറാമോൺ മാജിക് കാർ അല്ലേ? നമുക്ക് നോക്കാം ഇത് എങ്ങനെ ഉണ്ടാവുമെന്ന്. എനിക്കും ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ്. എന്താണെന്ന് അറിയണമല്ലോ. പറ്റിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, വാ. ഇത് ഓപ്പൺ ചെയ്യാൻ പോയാണ്. നിങ്ങളെ സാക്ഷിയായിട്ട് ഞാൻ ഇത് ഓപ്പൺ ചെയ്യാൻ പോകും. കാട്ട് ഒരുപാട് തട്ടിപ്പ് ഉണ്ടായിരുന്നു. നമുക്ക് ഇതും കൂടി ഒന്ന് നിങ്ങൾ മുഖേന നമുക്ക് ഇത് പൊട്ടിച്ച് നോക്കാം. ഇതൊന്ന് കാണിച്ചു കൊടുത്തേ. ഇതിൽ ക്ലിയർ അല്ലേ? ഇത് ഞാൻ ഇത് സാധനം വന്നപ്പോൾ തന്നെ പൊട്ടിച്ച് നോക്കുന്ന ഒരു വീഡിയോ ആണ് ഇത്. ഓക്കെ, അപ്പോൾ കാണിച്ചു കൊടുത്തേ. ഇതിപ്പോൾ കട്ട് ചെയ്തിട്ട് തന്നെ എടുക്കാൻ തോന്നുന്നല്ലേ? അൺബോക്സ് ചെയ്തിട്ടൊന്നും എനിക്ക് ശീലമില്ല. അതുകൊണ്ട് വെക്കണം. അല്ലാണ്ട് ഇതിൻ്റെ എന്താ പറയുക, സുരക്ഷിതത്തിന് വേണ്ടിയല്ല ഇവർ ഇങ്ങനെ പാക്ക് ചെയ്യുന്നത്. സംഭവം ഇതുണ്ടോ? ഈ ഫോട്ടോയിൽ കാണുന്ന സാധനമാണ് ഞാൻ ബുക്ക് ചെയ്തത്. നമുക്കിതിപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാനും നല്ല എക്സൈറ്റഡ് ആണ്. ഇതിങ്ങനെ തന്നെ അല്ലേ? മോനെ അങ്ങനെ ഇതിൻ്റെ ഉള്ളിലുള്ള പാക്കാന്ന് തോന്നുന്നു കേട്ടോ. ഓഹോ, അപ്പൊ പാക്കിംഗ് ഒക്കെ ഭയങ്കര സൂപ്പർ ആണല്ലോ. ഇത് കുട്ടികൾക്ക് ഇരുന്നിട്ട് ഓടിക്കാൻ പറ്റുമോ ആവോ? പാക്കിംഗ് ഒക്കെ സൂപ്പറാണ്. അയ്യോ, ഇതിന്റെ ഫിറ്റിങ്സ് ഒക്കെ ഉണ്ട് കേട്ടാ. ഇത് ഫിറ്റിങ്സ് ഒക്കെ ചെയ്യാനുണ്ട്. ഇതൊന്നാ സാധനം എന്നറിയില്ല. നമുക്ക് ഏകദേശം നമുക്കൊന്ന് നോക്കാം എന്നാന്ന്. കിട്ടിയ സാധനങ്ങളാണ്. ഇതൊക്കെ പാക്ക് ചെയ്യണ്ടേ? എനിക്കും അറിയില്ല,
നിങ്ങളെ മുഖേന നമുക്കൊന്ന് ഫിറ്റ് ചെയ്ത് നോക്കാം. ഇത് ഞാൻ പാടുപെടും. അതിനകത്തോട്ട് പോലെ ഓരോ സാധനം ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. ഭയങ്കര ഫിറ്റിങ്സ് ആണല്ലോ. ഇതൊക്കെ സാധനങ്ങളാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇത് ഫിറ്റിങ്സ് നോക്കിക്കൂടെ? എന്നാ ഹന നീ വീഡിയോ എടുക്ക്, ഞാനും ആനയും കൂടി ഫിറ്റ് ചെയ്തിട്ട്. ഇത് ഇവിടെ ആയിരിക്കോ? നല്ല കോമഡി ആയിരിക്കും. അതിന്റെ ഇതുണ്ടാ പേപ്പർ? അതിന് നോക്ക, ഐഡിയ നോക്ക്. ഫസ്റ്റ് നമുക്ക് വീല് ഫിറ്റ് ചെയ്യാം അല്ലേ? വീല് ഇത് ഒറ്റ വീലാണല്ലോ, 2 വീലുണ്ടല്ലേ? അടിപൊളി സാധനം തോന്നുന്നട്ടാ. അതിന്റെ ഫോട്ടോ നോക്കിയേ. ഞാൻ ഇതിലും വലിയ ഒരു നല്ല അടിപൊളി കാറ് ഒമാനിന്ന് കൊടുത്തയച്ച അതിന്റെ ഒരു അൺബോക്സിങ് ചെയ്തിട്ടുണ്ട്. അത് ഫിറ്റിങ്സ് ഒക്കെ ഞാൻ തന്നെയാണ് ചെയ്തത്. അപ്പൊ ആ വീഡിയോ ഞാൻ ഇതിൽ കൊടുക്കാം കേട്ടോ, അവിടെ ഇവിടെ പറ്റാം. അപ്പോൾ സാധനം മോശമില്ല കേട്ടോ, കുഴപ്പമില്ല, നല്ല സാധനം തന്നെ. ആ ക്യാഷിന് നല്ലൊരു സാധനം തന്നെയാണ്, കണ്ടില്ലേ, പ്രശ്നമൊന്നുമില്ല. അപ്പം ഫ്ലിപ്കാർട്ട് ഇതിൽ നമ്മളെ പറ്റിച്ചിട്ടില്ല. തീർച്ചയായും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.